മേ ബി എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും. എന്നാലും ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കേണ്ടതും നന്നായി തിരുന്ന് ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ചെറിയൊരു സ്റ്റോറിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചെറിയ രണ്ട് കുട്ടികളുണ്ടായിരുന്നു, രാജു, രാമു. രാമുവിൻ്റെ കയ്യിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ രാജുവിൻ്റെ കയ്യിൽ നല്ല ഭംഗിയുള്ള മാർബിൾ പീസസും ഉണ്ട്. ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുമ്പം അവരത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. രാമു അവൻ്റെ കയ്യിലുള്ള കംപ്ലീറ്റ് ചോക്ലേറ്റ്സും രാജുവിന് കൊടുത്തു. രാജു ആണെങ്കിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർബിൾ പീസ് മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം രാമുവിന് കൊടുത്തു. അന്നത്തെ രാത്രി രാമു ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൻ്റെ കയ്യിലുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഫ്രണ്ടിനും കൊടുക്കാൻ പറ്റി. ഫ്രണ്ടിൽ നിന്ന് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർബിൾ പീസസ് കിട്ടുകയും ചെയ്തു. അവൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ രാജു ആണെങ്കിൽ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. അവനിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനൊരു മാർബിൾ പീസ് എടുത്ത് മാറ്റി വെച്ചതുപോലെ രാമു അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് മാറ്റി വെച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടിലായിരുന്നു രാജു. സംഭവം ചെറിയൊരു സ്റ്റോറി ആണെങ്കിലും ഇത് കൺവേ ചെയ്യുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. നമ്മളെങ്ങനെയാണോ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, അതിൻ്റെ കറക്റ്റ് റിഫ്ലക്ഷൻ ആയിട്ടാണ് ബാക്കിയുള്ളവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് തോന്നുക. സോ ചുറ്റുമുള്ളവർ അത്ര പോരാന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കേണ്ടത് ഉള്ളിലേക്കാണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും മാറ്റം വരുത്തേണ്ടത്.